നമസ്കാരം. പിണറായി വിജയൻ അവസാന ഭരണകാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനൊപ്പം നമ്മുടെ ആരോഗ്യ മേഖലയെ അതീവ ദയനീയ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ KJ റീനയാണ്. ഡോക്ടർ റീന CPMൻ്റെ പൊതു സ്വഭാവമനുസരിച്ച് അനധികൃതമായി ആ തസ്തികയിൽ കയറിയിരുന്ന് പിണറായിക്ക് വേണ്ടി സ്തുതി പാടുക, ആരോഗ്യമന്ത്രിയുടെ വൃത്തികേടുകളെ ന്യായീകരിക്കുക എന്ന പ്രവൃത്തി ചെയ്ത് കസേരയിൽ അമർന്നിരുന്നു. പിണറായി തോറ്റപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള വിവേകം കാണിക്കാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പുതിയ സർക്കാരിനെ അട്ടിമറിക്കാൻ ആദ്യ ദിനം മുതൽ നീക്കം നടത്തി. കോഴിക്കോട് പ്രദേശത്ത് ഇടയ്ക്കിടെ നിപ്പ വരും, അവിടെ ആളുകൾ മരിക്കും, ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിയില്ല. എന്നിട്ട് നിപ്പയെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. ഇത് പതിവായിരുന്നു. UDF വന്നപ്പോൾ തന്നെ കോഴിക്കോട് നിപ്പ വരുന്നു, ഒരാൾക്ക് അത് ബാധിക്കുന്നു, അയാൾ ആശുപത്രിയിലാക്കുന്നു. ഇപ്പോഴും അയാൾ ഗുരുതരാവസ്ഥയിലാണെങ്കിലും മരിച്ചിട്ടില്ല, മറ്റൊരാളിലേക്കും നിപ്പ പടർന്നുമില്ല. പക്ഷെ പ്രതിപക്ഷം നിപ്പ വന്നേ മുരളീധരൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. തുടർന്ന് മുരളീധരൻ കോഴിക്കോട്ടെ സ്ഥിതിഗതികൾ അന്വേഷിക്കാനെത്തി. വൈകുന്നേരം 5:30 ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയ്ക്കൊപ്പം പത്രസമ്മേളനം നടത്തുന്നു. ഈ സമയത്ത് സമ്പർക്ക പട്ടികയിൽപ്പെട്ടവരുടെ നിപ്പ റിസൾട്ട് എത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത് അറിയുകയും അവരപ്പോൾ തന്നെ ഈ വിവരം വാട്സാപ്പിലൂടെ കളക്ടർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിയോട് ഇത് മറച്ചുവെച്ചു. പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ കൃത്യമായി ഉത്തരം പറയാൻ മന്ത്രിക്ക് കഴിയാതെ പോയത് റിസൾട്ട് വന്ന കാര്യം അറിയാതെയാണ്. പത്രസമ്മേളനത്തിന് ശേഷമാണ് ഈ വിവരം മന്ത്രി അറിയുന്നത്. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയുടെ സൽപ്പേരിന് കോട്ടമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയാണ് റീന ഇത് ചെയ്തത് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടായി. കോളറയില്ലാത്ത പാലക്കാട്ട് DMIയെ കൊണ്ട് ഹാങ്ങിങ് ഡ്രോപ്പ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇക്കാര്യം മന്ത്രിയോട് പറയാതെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ 2 ഗുരുതര കുറ്റകൃത്യങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് റീനയുടെ ശമ്പളത്തിൽ കുറവ് വരുത്താതെ, പദവിയിൽ കുറവ് വരുത്താതെ കൊച്ചിയിലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ഡയറക്ടറായി നിയമിച്ചു. റീന ഇതിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ ഈ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു. സർക്കാർ ഈ ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഇന്നലെ ജസ്റ്റിസ് അനിൽ K നരേന്ദ്രനും ജസ്റ്റിസ് S മുരളീകൃഷ്ണനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ട്രിബ്യൂണലിൻ്റെ തീരുമാനം അങ്ങേയറ്റം പരിതാപകരം എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്തു. അതിന് പ്രധാന കാരണമായി പറഞ്ഞത് ഈ അപേക്ഷ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പുതിയ ഡയറക്ടറെ നിയോഗിച്ചു കഴിഞ്ഞു. ഡോക്ടർ മീനാക്ഷിയെ പുതിയ ആരോഗ്യവകുപ്പ് ഡയറക്ടറാക്കി. അങ്ങനെ ഒരു നിയമനം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്റ്റേ നൽകാൻ കഴിയുന്നത്? അതിനർത്ഥം ഡോക്ടർ മീനാക്ഷിക്ക് പദവിയൊന്നുമില്ലാതെ പുറത്താക്കിയെന്നല്ലേ? ഇത്തരത്തിൽ ഗൗരവമേറിയ വീഴ്ച എങ്ങനെയാണ് ട്രിബ്യൂണലിന് സംഭവിച്ചത് എന്ന് ചോദിച്ച് സ്റ്റേ നീക്കം ചെയ്യുകയും ട്രിബ്യൂണലിനോട് ഈ പരാതി മെറിറ്റിൽ കേട്ട് തീരുമാനമെടുക്കാൻ വിധി എഴുതുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഡോക്ടർ റീനയുടെ അപേക്ഷ തള്ളിയിട്ടില്ല, ട്രിബ്യൂണലിനെ അന്തിമവാദം കേട്ട് തീരുമാനമെടുക്കാം, അതുവരേക്ക് നടപടി അരുതേ എന്നത് ഡിവിഷൻ ബെഞ്ച് റദ്ദു ചെയ്തു. ഇത് മന്ത്രി മുരളീധരനെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ധാർമ്മിക വിജയമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ അവശിഷ്ടങ്ങൾ പേറി നടക്കുന്ന അടിമകളായ സർക്കാർ ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാതെ ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകിനെ ഉന്നതമായ പദവിയിൽ തുടരാൻ അനുവദിച്ചത് തന്നെയാണ്. ഡോക്ടർ റീനയുടെ ചരിത്രം പരിശോധിച്ചാൽ CPMന് വേണ്ടി അടിമപ്പണി ചെയ്തതിൻ്റെ നിരവധി തെളിവുകൾ ലഭിക്കും. പാശ്ചാത്യ ലോകത്തോടു പോലും കിടപിടിക്കുന്ന ചികിത്സാ സൗകര്യങ്ങളിലേക്ക് ഇപ്പോൾ കേരളം മാറിയെന്നും മുമ്പ് ഇവിടുത്തെ സ്ഥിതി അതിദയനീയമായിരുന്നു എന്നുമൊക്കെ ഇവർ പ്രസംഗിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇത് CPMൻ്റെ പ്രൊപ്പഗണ്ടയായിരുന്നു. അതിൻ്റെ പ്രതിഫലമായാണ് നിയമവിരുദ്ധമായി ഡോക്ടർ റീനയ്ക്ക് ഈ ഉന്നത പദവി സമ്മാനിച്ചത്. ഡോക്ടർ റീന തൃശ്ശൂരിൽ DM ആയിരുന്നപ്പോൾ അവർ ഭിന്നശേഷിക്കാരായ ആളുകളോട് നടത്തിയ സമീപനത്തിനെതിരെ ഭിന്നശേഷി കമ്മീഷണർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലും ഇവരെ ഇരുത്തരുതേ എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിൻ്റെ കോപ്പിയും ആ ഉത്തരവിനെ കുറിച്ച് അന്ന് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച വാർത്തയുമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇവർ ആരോഗ്യമന്ത്രി വീണയുടെ തണലിൽ ഇടതു മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലും പുച്ഛിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് പിണറായിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KB ഗണേഷ് കുമാർ ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ DHSനെ മാറ്റിയത് ഉള്ള കാര്യം പറയണമല്ലോ. മുരളീധരനെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം DHS വളരെ നിയമസഭാ കമ്മിറ്റിയോട് പോലും ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരു ഡോക്ടറായി. കാരണം വെച്ചാൽ അവരെ ഞാൻ നിയമസഭാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, ചെയർമാനായിരുന്നു പെറ്റീഷൻ കമ്മിറ്റിയുടെ. നിയമസഭാ കമ്മിറ്റിയെ എല്ലാ ഉദ്യോഗസ്ഥരും റെസ്പെക്ട് ചെയ്യാറുണ്ട്.
ഇവർക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിയമസഭാ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശവും അവർ അനുസരിക്കത്തില്ല. ഇവർ വളരെ ധിക്കാരപൂർവ്വം പെരുമാറും എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞത്. പേഴ്സണലാണ്. നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നുള്ളതാണെന്നുള്ളതിൽ അവരെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം. ഇവിടെ നിങ്ങളത് വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൽ വിവാദമാക്കേണ്ട കാര്യമില്ല. അതിൽ ശ്രീ കെ മുരളീധരൻ പറയുന്നത് ശരിയാണ്. കാരണം അവര് മന്ത്രിയെ പോലും അനുസരിക്കും. നിയമസഭാ കമ്മിറ്റിയെ ബഹുമാനിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ മന്ത്രിയെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്ന അർത്ഥം. യഥാർത്ഥത്തിൽ ഈ കസേരയിൽ കയറിയിരിക്കാൻ അവർക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സർവീസ് കോട്ടയിലാണ് മൈക്രോബയോളജിയിൽ ഉന്നത ബിരുദം പൂർത്തിയാക്കിയത്. സർവീസിലിരിക്കുമ്പോൾ തന്നെ അവർ സർവീസ് കോട്ടയിൽ സർക്കാരിൻ്റെ സമ്പൂർണ്ണ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉന്നത ബിരുദം പൂർത്തിയാക്കി. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കോഴ്സ് അവർ പൂർത്തിയാക്കിയത് 4 വർഷം കൊണ്ടാണ്. ഈ 4 വർഷവും അവർ പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. ഈ കാലയളവിൽ സർക്കാർ ശമ്പളം കൊടുത്തു. അതിനുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട്. എന്നാൽ അതിനൊരു കണ്ടീഷനുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുന്നവർ അവർ പഠനാനന്തരം 10 വർഷമെങ്കിലും ആരോഗ്യവകുപ്പിലെ സ്പെഷ്യൽ കേഡറിൽ ജോലി ചെയ്യണമെന്നാണ്. 2009-2010 വർഷം മുതൽ ആരോഗ്യവകുപ്പിനെ 2 കേഡറായി തിരിച്ചിരുന്നു. സ്പെഷ്യൽ കേഡറും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറും. സ്പെഷ്യലിസ്റ്റ് യോഗ്യതയുള്ളവർ സ്പെഷ്യൽ കേഡറിലാണ് പണിയെടുക്കേണ്ടത്. സ്പെഷ്യലിസ്റ്റ് കേഡർ ഇല്ലാത്തവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ പണിയെടുക്കേണ്ടത്. ഇവർ പക്ഷെ ഒരിക്കൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ വിട്ട് സ്പെഷ്യൽ കേഡറിലേക്ക് പോയില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് പഠിച്ച് 10 വർഷം സ്പെഷ്യലിസ്റ്റ് കേഡറിൽ പണിയെടുത്തോളാം എന്ന് സത്യവാങ്മൂലം കൊടുത്ത് അവർ അത് ചെയ്യാതെ ഇടതു തണലിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവരെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ അടുപ്പിക്കരുത് എന്ന് ഭിന്നശേഷി കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് ഇവരെ സൗകര്യപൂർവ്വം കൊണ്ടിരുത്തി. 2020 ലോകായുക്തയിൽ ഒരു കേസ് വരുന്നു. 107/2020 എന്നാണ് ആ കേസിന്റെ പേര്. 35/25 എന്ന നമ്പറിൽ ആ കേസിൽ തീർപ്പാവുകയും ചെയ്യുന്നു. ഈ കേസ് സ്പെഷ്യലിസ്റ്റ് കേഡറിൽ ജോലി ചെയ്യേണ്ടവർ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ ജോലി ചെയ്യുന്നു, അത് ഗുരുതരമായ പ്രതിസന്ധി ആരോഗ്യവകുപ്പിനുണ്ടാക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ സ്പെഷ്യലിസ്റ്റ് കേഡറുകാരെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്ന് മാറ്റണമെന്നതായിരുന്നു. ആ ഉത്തരവ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് കേഡറിൽ പണിയെടുക്കേണ്ട ഡോക്ടർ റീന ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റുദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു ഇൻഡാസ് അയച്ചു. ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത പരാതി നമ്പർ 107/2020 പുറപ്പെടുവിച്ച 25/11/2025 തീയതി ഉത്തരവ് പ്രകാരം, അതായത് ഇക്കഴിഞ്ഞ നവംബറിലാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. പിന്നീട് സർക്കാരിന് അധികകാലം ഉണ്ടായിരുന്നില്ല. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ പരിശോധന നടത്തുന്നുണ്ട്. ഓഡിറ്റ് വിഭാഗം 14/8/2017 106/2017 നമ്പർ ഉത്തരവിൻ്റെ ക്ലോസ് സെക്കൻഡ് അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഉത്തരവുണ്ട് 2017. ഇങ്ങനെ ഒരു കാരണവശാലും സ്പെഷ്യലിസ്റ്റ് കേഡർ പണിയെടുക്കേണ്ട ആരും അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ പണിയെടുക്കുന്ന 2017 ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. 14/08/2017 നമ്പർ 106/2060 നമ്പർ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച തീയതിയിൽ സർവീസിലുള്ളവരും PG ഉപരിപഠനം സർവീസ് കോട്ടയിൽ പൂർത്തീകരിച്ച ശേഷം ഉപരിപഠന ആനുകൂല്യം കൈപ്പറ്റിയവരും എന്നാൽ മുൻകാലത്ത് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓപ്റ്റ് ചെയ്യാത്തവരുമായ മെഡിക്കൽ ഓഫീസർമാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത വിവരങ്ങൾ താഴെ പറയുന്ന ഫോർമാറ്റിൽ 15/0/2020 11 മണിക്കകം എന്ന ഇമെയിൽ വിലാസത്തിൽ നൽകണമെന്ന് അറിയിക്കുന്നു. എന്ന് വെച്ചാൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉത്തരവിൻ്റെ തീയതി മുതൽ എന്ന് പ്രഖ്യാപിച്ചത്. അതായത് യഥാർത്ഥത്തിൽ കോടതി വിധി വന്നത് അന്നാണെങ്കിലും നിലവിൽ ആരെങ്കിലും സ്പെഷ്യലിസ്റ്റ് കേഡറിൽ പണിയെടുക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറണമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവരതിനെ വ്യാഖ്യാനിച്ച് അതിന് മുമ്പ് മുതലേ ആരെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ തുടരട്ടെ എന്നാക്കി ഇവർ കൃത്രിമമായി അവരുടെ പദവി സംരക്ഷിച്ച് ഉത്തരവിറക്കി. ഇങ്ങനെ നിയമവിരുദ്ധമായി അവരിരുന്ന പോസ്റ്റിൽ നിന്ന് സർക്കാരിനെതിരെ ചാരപ്പണി ചെയ്തപ്പോഴാണ് അവരെ മാറ്റിയത്. എന്നിട്ടാണ് അവർ പറയുന്നത്, മാധ്യമങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന്. ഞാൻ പാറയും കല്ലും ഒന്നും അല്ല, ഞാനൊരു മനുഷ്യജീവിയാണ്. എനിക്ക് വികാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക. ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടം മാധ്യമപ്രവർത്തകരുടെ സേവനമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കും. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഐക്യത്തോടെ ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടത്തിനെ തരണം ചെയ്യും. മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്നും നിയമത്തിന് മുൻപിൽ ഒരു കാര്യവുമില്ല. CPMന്റെ ചാരവനിതയെ മൂലക്കിരുത്താൻ തീരുമാനിച്ച് കെ മുരളീധരൻ രംഗത്തിറങ്ങിയപ്പോൾ അവർ മൂലയ്ക്കായി. അവരത് അർഹിക്കുന്ന ശിക്ഷയാണ്. ആരോഗ്യവകുപ്പിനെ ശരിയാക്കിയെടുക്കാൻ മന്ത്രി മുരളീധരന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തലപ്പത്തിവർ ഇരിക്കാൻ പാടില്ല. വാസ്തവത്തിൽ നിയമമനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്നും ഒരാൾ സ്പെഷ്യലിസ്റ്റ് കേഡറിലേക്ക് വന്നാൽ
അവിടെ അവരുടെ പൊസിഷൻ ജൂനിയർ ആയിരിക്കണം. അവരെ എന്തിനാണ് പിന്നെ ഈ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ഡയറക്ടറാക്കിയത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അവരെ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ മന്ത്രി മുരളീധരൻ ഏറ്റവും ജൂനിയറായ ഒരു പദവിയിലേക്ക് മാറ്റി നിയമിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം.